The cobra stood on the defensive, swaying slowly from side to side, trying to mesmerize the mongoose into marking a false move. കോബ്ര പ്രതിരോധത്തിലായിരുന്നു. തല ഇരുവശങ്ങളിലേക്കും ചലിപ്പിച്ചുകൊണ്ട് തെറ്റായ ചലനത്തിലൂടെ കീരിയെ മയക്കാനായി ശ്രമിച്ചു. ബട്ട് ദ മംഗൂസ് ന്യൂ ദ പവർ ഓഫ് ഹിസ് ഒപ്പോണൻസ് ഗ്ലാസി അൺവിങ്ങിങ് ഐസ് ആൻഡ് റെഫ്യൂസ് ടു മീറ്റ് ദം. എന്നാൽ കീരിക്ക് അതിൻ്റെ പാമ്പിൻ്റെ ഇമവെട്ടാത്ത കണ്ണുകളുടെ ശക്തി അറിയാവുന്നതുകൊണ്ട് അതിലേക്ക് നോക്കുന്നത് ഒഴിവാക്കി. Instead, he fixed his gaze at a point just below the cobra's hood and opened the attack. എന്നിട്ട് എന്ത് ചെയ്തു? കോബ്രയുടെ ആ പത്തിക്ക് താഴെ നോക്കി അതിനെ ആക്രമിക്കാനായി തുടങ്ങി. മൂവിങ് ഫോർവേഡ് ക്വിക്ക്ലി അണ്ടിൽ ഹി വാസ് ജസ്റ്റ് വിത്തിൻ ദ കോബ്രാസ് റീച്ച്, ഹി മേഡ് എ ഫെയിന്റ് ടു വൺ സൈഡ്. വളരെ വേഗതയിൽ പാമ്പിൻ്റെ അടുത്തേക്ക് പാഞ്ഞുകൊണ്ട് തെറ്റായ ഒരു ആക്രമണം നടത്തി. ഇമ്മീഡിയറ്റ്ലി ദ കോബ്ര സ്ട്രക്ക്. പെട്ടെന്ന് കോബ്ര കടിച്ചു. His great hood came down so swiftly that I thought nothing could save the mongoose. അതിൻ്റെ പത്തി താഴ്ന്നു വരുന്നത് കണ്ടപ്പോൾ ആർക്കും തന്നെ കീരിയെ രക്ഷിക്കാനായി കഴിയില്ല എന്ന് വിചാരിച്ചു. But the little fellow jumped neatly to one side. എന്നാൽ ആ കുഞ്ഞൻ കീരി വളരെ നീറ്റായിട്ട് ഒരു സൈഡിലേക്ക് ചാടി മാറി. And darted in as swiftly as the cobra, biting the snake on the back and darting away again out of reach. എന്നിട്ട് എന്ത് ചെയ്തു? കോബ്രയുടെ മുതുകിൽ കടിച്ചതിന് ശേഷം, വളരെ വേഗതയിൽ വന്ന് കോബ്രയുടെ മുതുകിൽ കടിച്ചതിന് ശേഷം അതിനെത്തിപ്പിടിക്കാൻ പറ്റാത്ത തരത്തിൽ അകലേക്ക് ഓടി മാറുകയും ചെയ്തു. The moment the cobra struck, the cobra and the myna hurled themselves at him only to collide heavily in mid-air. ആ കോബ്രയെ കടിച്ച അതേ നിമിഷം കാക്കയും മൈനയും എന്ത് ചെയ്തു? അതിൻ്റെ അടുത്തേക്ക് പാഞ്ഞു. എന്നാൽ പകുതി വഴിയിൽ വെച്ച് ആകാശത്ത് വെച്ച് വീണ്ടും അവർ കൂട്ടിമുട്ടി. Striking at each other, they returned to the cactus plant. വീണ്ടും ബഹളം ഉണ്ടാക്കിക്കൊണ്ട് കാറ്റസ് പ്ലാന്റിലേക്ക് തിരികെ പോയി. A few drops of blood glistened on the cobra's back. കോബ്രയുടെ മുതുകിൽ രക്തം പൊടിയാനായി തുടങ്ങി. The cobra struck again. കോബ്ര വീണ്ടും കടിച്ചു and missed. അതെന്ത് ചെയ്തു? വീണ്ടും ലക്ഷ്യം തെറ്റി. വീണ്ടും കടിച്ചെങ്കിലും ലക്ഷ്യം തെറ്റി. Again the mongoose sprang aside, jumped in and bit. വീണ്ടും കീരി അതിൻ്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തുകൊണ്ട് അതിനെ കടിച്ചു. Again the birds dived at the snake, bumped into each other instead and returned striking to the safety of the cactus. വീണ്ടും എന്ത് ചെയ്തു? ആ പക്ഷികൾ ആ പാമ്പിൻ്റെ അടുത്തേക്ക് പറന്ന് അടുത്തു എങ്കിലും എന്ത് ചെയ്തു? വീണ്ടും ആകാശത്ത് വെച്ച് പരസ്പരം കൂട്ടിമുട്ടുകയും ബഹളം ഉണ്ടാക്കിക്കൊണ്ട് സുരക്ഷിതമായിട്ട് കാറ്റസ് പ്ലാന്റിലേക്ക് തിരികെ പോകുകയും ചെയ്തു. The third round followed the same course as the first, but with one dramatic difference. മൂന്നാമത്തെ റൗണ്ടും ആദ്യത്തേതുപോലെ തന്നെ ആയിരുന്നു, എന്നാൽ ഒരു നാടകീയമായ വ്യത്യാസം ഉണ്ടായി. The crow and the myna still determined to take part in the proceedings dived at the cobra, but this time they missed each other as well as their mark. വീണ്ടും ആ കാക്കയും മൈനയും ഇതിനകത്ത് പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ അടുത്തേക്ക് പറന്നടുത്തു എങ്കിലും ഇപ്പോൾ വീണ്ടും അവർ ലക്ഷ്യം തെറ്റി. The myna flew on and reached its perch. മൈന എന്ത് ചെയ്തു? തിരികെ അതിൻ്റെ ശിഖരത്തിലേക്ക് പറന്നിരുന്നു. But the crow tried to pull up in mid-air and turned back. എന്നാൽ കാക്ക എന്ത് ചെയ്തു? പകുതി വഴിയിൽ വെച്ച് പറക്കൽ മതിയാക്കി തിരികെ പോകാനായി ശ്രമിച്ചു. In the second that it took him to do this, the cobra wiped his head back and struck with great force, his snout thudding against the crow's body. തിരിച്ച് പോകാനുള്ള പറക്കൽ മതിയാക്കി തിരിച്ച് പോകാനുള്ള ശ്രമത്തിനിടയിൽ എന്ത് ചെയ്തു? ആ കോബ്ര എന്ത് ചെയ്തു? ആ കാക്കയെ കൊത്തി. I saw the bird flung nearly 20 feet across the garden. കാക്ക എന്ത് ചെയ്തു? 20 അടി ദൂരേക്ക്, ഗാർഡനിലൂടെ 20 അടി ദൂരേക്ക് തെറിച്ചു പോകുന്നതായി ഞാൻ കണ്ടു. Where after fluttering about for a while it lay still. കുറച്ചു നേരം അത് ചിറകടിച്ചതിന് ശേഷം നിശ്ചലമാവുകയും ചെയ്തു. The myna remained on the cactus plant, very wisely refrained for interfering again. ഇനി കൂടുതൽ തടസ്സപ്പെടുത്തണ്ട എന്നുള്ള തീരുമാനത്തോടു കൂടി ആ മൈന കാറ്റസ് പ്ലാന്റിൽ തന്നെ ഇരിക്കുകയും ചെയ്തു. The cobra was weakening and the mongoose, walking fearlessly up to it, raised himself on his short legs and with a lightning snap
ഹാഡ് ദ ബിഗ് സ്നേക്ക് ബൈ ദ സ്നൗട്ട്. കോബ്ര ആകെ വീക്കനിങ് ആയിക്കൊണ്ടിരുന്നു. അതുമാത്രമല്ല മംഗൂസ് ഭയമില്ലാതെ അതിൻ്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കുകയും എന്നിട്ട് റൈസ്ഡ് ഹിംസെൽഫ് ഓൺ ഹിസ് ഷോർട്ട് ലെഗ്സ്, അതിൻ്റെ കുഞ്ഞൻ കാലുകളിൽ കീരി അതിൻ്റെ കുഞ്ഞൻ കാലുകളിൽ ഉയർന്നു നിന്നുകൊണ്ട് എന്ത് ചെയ്തു, ആൻഡ് വിത്ത് ലൈറ്റനിങ് സ്നാപ്പ് ഹാഡ് ദ ബിഗ് സ്നേക്ക് ബൈ ദ സ്നൗട്ട്, എന്ത് ചെയ്തു, വളരെ മിന്നൽ വേഗതയിൽ ആ പാമ്പിനെ അതിൻ്റെ വായ്ക്കുള്ളിലാക്കുകയും ചെയ്തു. ദ കോബ്ര റിസ്ക് ആൻഡ് ലാസ്റ്റ് അബൌട്ട് ഇൻ എ ഫ്രൈറ്റനിങ് മാനർ. കോബ്ര എന്ത് ചെയ്തു, ആ പേടിച്ച് എന്ത് ചെയ്തു, ആ വേദന കൊണ്ട് പുളയാനും തുടങ്ങി. ആൻഡ് ഈവൻ കോയിൽഡ് ഇറ്റ് സെൽഫ് എബൌട്ട് ദ മംഗൂസ്. എന്നിട്ട് ആ മംഗൂസിനെ കീരിയെ പാമ്പ് എന്ത് ചെയ്യുന്നു, കോയിൽ ചെയ്യാനായി ചുറ്റാനായി ശ്രമിച്ചു. ബട്ട് ഓൾ ടു നോ അവൈൽ. എന്നാൽ എല്ലാം നിഷ്ഫലമായി, ഒന്നും പ്രയോജനമായില്ല. ചുറ്റാൻ ശ്രമിച്ചുവെങ്കിലും അത് പ്രയോജനം ചെയ്തില്ല. The little fellow hung grimly on until the snake had ceased to struggle. ആ പാമ്പ് അതിൻ്റെ പിടയിൽ അവസാനിപ്പിക്കുന്നത് വരെ ആ കുഞ്ഞൻ കീരി അതിനെ മുറുകെ കടിച്ചു പിടിച്ചു. He then smelt along its curing length and gripping it round the hood dragged into the bushes. എന്നിട്ട് എന്ത് ചെയ്തു, അതിനെ വലിച്ചിഴച്ചുകൊണ്ട് ആ കുറ്റിക്കാട്ടിനുള്ളിലേക്ക് പോവുകയും ചെയ്തു. The myna dropped cautiously to the ground, hopped about, peered into the bushes from a safe distance. അപ്പം വളരെ ശ്രദ്ധാപൂർവം മൈന ആ കാറ്റസ് പ്ലാന്റിൽ നിന്ന് താഴെ ഇറങ്ങുകയും എന്നിട്ട് സുരക്ഷിതമായ സ്ഥലത്ത് നിന്നുകൊണ്ട് ആ കുറ്റിക്കാട്ടിനുള്ളിലേക്ക് ഒളിഞ്ഞു നോക്കുകയും ചെയ്തു. ആൻഡ് ദെൻ വിത്ത് എ സ്ട്രിൽ ക്രൈ ഓഫ് കൺഗ്രാജുലേഷൻ ഫ്ലൂ എവേ. എന്നിട്ട് അതിനെ അഭിനന്ദിക്കുന്നത് പോലെ, കീരിയെ അഭിനന്ദിക്കുന്നത് പോലെ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് അത് അവിടെ നിന്ന് പറന്നു പോകുകയും ചെയ്തു. When I had also made a cautious descent from the tree and returned to the house. ആ ബോയ് എന്ത് ചെയ്തു, അവൻ സാവധാനം എന്ത് ചെയ്തു, ശ്രദ്ധയോടുകൂടി ആ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി വീട്ടിലേക്ക് തിരികെ പോയി. ഐ ടോൾഡ് ഗ്രാൻഡ് ഫാദർ ഓഫ് ദ ഫൈറ്റ് ഐ ഹാഡ് സീൻ. ഞാൻ കണ്ട ബോയ് കണ്ട കാഴ്ചകളെക്കുറിച്ച്, ആ ഫൈറ്റിനെ കുറിച്ച് അവൻ മുത്തശ്ശൻ്റെ അടുത്ത് പറഞ്ഞു. ഹി വാസ് പ്ലീസ്ഡ് ദാറ്റ് ദ മംഗൂസ് ഹാഡ് വൺ. മംഗൂസ് വിജയിച്ചതിൽ അദ്ദേഹം സന്തോഷവാനായിരുന്നു. മുത്തശ്ശൻ ആ മംഗൂസ് വിജയിച്ചതിൽ മുത്തശ്ശന് സന്തോഷം തോന്നി. ഹി ഹാഡ് എൻകറേജ്ഡ് ഇറ്റ് ടു ലീവ് ഇൻ ദ ഗാർഡൻ. അദ്ദേഹം ആ ഗാർഡനിൽ അതിനെ താമസിക്കുന്നതിന് വേണ്ടി എൻകറേജ് ചെയ്തു. കാരണം ടു കീപ്പ് അവേ ദ സ്നേക്ക്, പാമ്പുകളെയും മറ്റും അകറ്റുന്നത് കാരണം ആ ഗാർഡനിൽ ലീവ് ചെയ്യാനായിട്ട് അദ്ദേഹം അതിനെ എൻകറേജ് ചെയ്യുകയും ചെയ്തു. ആൻഡ് ഫെഡ് ഇറ്റ് റെഗുലർലി വിത്ത് സ്ക്രാപ്സ് ഫ്രം ദ കിച്ചൺ. അടുക്കളയിൽ നിന്നുള്ള ആഹാരാവശിഷ്ടങ്ങളും മറ്റും അതിന് നൽകുകയും ചെയ്തിരുന്നു. ഹി ഹാഡ് നെവർ ട്രൈഡ് ടേമിങ് ഇറ്റ്. അദ്ദേഹം ഒരിക്കലും അതിനെ ഇണക്കാനായി ശ്രമിച്ചിരുന്നില്ല. ബിക്കോസ് വൈൽഡ് മംഗൂസ് വാസ് മോർ യൂസ്ഫുൾ ദാൻ എ ഡൊമസ്റ്റിക്കേറ്റഡ് വൺ. കാരണം വളർത്തു കീരികളെക്കാൾ ഉപയോഗപ്രദമാണ് കാട്ടുകീരി എന്നുള്ളത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, അതിനെ കൂടുതൽ ഇണക്കാനായി ശ്രമിച്ചില്ല. ഫ്രം ദ ബനിയൻ ട്രീ ഐ ഓഫൺ സാ ദ മംഗൂസ് പെട്രോളിംഗ് ദ 4 corners ഓഫ് ദ ഗാർഡൻ. ആ ബനിയൻ ട്രീയിൽ ഇരുന്നുകൊണ്ട് ഈ മംഗൂസ് അതിൻ്റെ 4 കോർണറിലും പെട്രോളിംഗ് ചെയ്യുന്നത്, റോന്ത് ചുറ്റുന്നത് ആര് കണ്ടിട്ടുണ്ട്, നമ്മുടെ ബോയ് കാണുകയുണ്ടായി. ആൻഡ് വൺസ് ഐ സാ ഹിം വിത്ത് ആൻ എഗ് ഇൻ ഹിസ് മൗത്ത്. ഒരു ദിവസം അതിൻ്റെ വായിൽ, ആ കീരിയുടെ വായിൽ മുട്ട കാണുകയുണ്ടായി. ആൻഡ് ന്യൂ ഹി ഹാഡ് ബീൻ ഇൻ ദി പൗൾട്രി ഹൗസ്. അവൻ കോഴിക്കൂട്ടിൽ കയറി എന്ന് മനസ്സിലായി. ബട്ട് ഹി ഹാഡിൻറ്റ് ഹാംഡ് ദ ബേർഡ്സ്. എന്നാൽ കോഴികളെ ഒന്നിനെയും തന്നെ അവൻ ഉപദ്രവിച്ചിരുന്നില്ല. ആൻഡ് ഐ ന്യൂ ഗ്രാൻഡ് മദർ വുഡ് ഫോർഗീവ് ഹിം ഫോർ സ്റ്റീലിംഗ് ആസ് ലോങ് ആസ് ഹി കെപ്റ്റ് ദ സ്നേക്സ് എവേ ഫ്രം ദ ഹൗസ്. വീട്ടിൽ നിന്ന് പാമ്പുകളെയും മറ്റും അകറ്റുന്നത് കാരണം മുത്തശ്ശി ആ കീരിക്ക് അതിന് മാപ്പ് കൊടുക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. The banyan tree was also the setting for what we were to call the strange case of the grey squirrel and the white rat. ആ ഗ്രേ സ്ക്വിറലിൻ്റെയും വൈറ്റ് റാറ്റിൻ്റെയും ഒരു അപൂർവ സംഭവം എന്ന് വിളിച്ച ഒരു കാര്യത്തിന് കൂടി എന്ത് ചെയ്തു, ആ ബനിയൻ ട്രീ പശ്ചാത്തലമാവുകയുണ്ടായി. ദ വൈറ്റ് റാറ്റ് വാസ് ഗ്രാൻഡ് ഫാദേഴ്സ്. ആ വെള്ള എലി മുത്തശ്ശൻ്റേതായിരുന്നു. ഹി ഹാഡ് ബോട്ട് ഇറ്റ് ഫ്രം ദ ബസാർ ഫോർ 4 അണാസ്. 4 അണയ്ക്ക് അദ്ദേഹം ബസാറിൽ നിന്ന്, മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതായിരുന്നു ആ വെളുത്ത എലിയെ. ബട്ട് ഐ വുഡ് ഓഫൺ ടേക്ക് ഇറ്റ് വിത്ത് മീ ഇൻ ടു ദ റൂട്ട്സ് ആൻഡ് ബ്രാഞ്ചസ് ഓഫ് ദ ഓൾഡ് ട്രീ. ആ ബോയ് എന്ത് ചെയ്തിരുന്നു, അതിനെ ഇടയ്ക്കൊക്കെ എവിടേക്ക്, അതിൻ്റെ ശിഖരങ്ങളിലേക്കും ആ ആൽമരത്തിൻ്റെ ശിഖരങ്ങളിലേക്കും മറ്റും കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു. ബനിയൻ ട്രീ വേർ ഇറ്റ് സൂൺ സ്ട്രക്ക് അപ്പ് എ
ഫ്രണ്ട്ഷിപ്പ് വിത്ത് വൺ ഓഫ് ദ സ്ക്വിറൽസ്. ബനിയൻ ട്രീയിൽ ഒരു അണ്ണാനുമായി അത് പെട്ടെന്ന് ചങ്ങാത്തത്തിലായി. ദേ വുഡ് ഗോ ഓഫ് ടുഗദർ ഓൺ ലിറ്റിൽ എക്സ്കർഷൻസ് എമംഗ് ദ ബ്രാഞ്ചസ്. അതിൻ്റെ ശിഖരങ്ങളിലൂടെയും മറ്റും അവർ ചെറിയ തോതിലുള്ള എക്സ്കർഷൻസും മറ്റും നടത്തിയിരുന്നു. ദെൻ ദ സ്ക്വിറൽ സ്റ്റാർട്ടഡ് ബിൽഡിംഗ് എ നെസ്റ്റ്. ആ സ്ക്വിറൽ എന്ത് ചെയ്തു? കൂട് കൂട്ടാനായി തുടങ്ങി. അറ്റ് ഫസ്റ്റ് ഷീ ട്രൈഡ് ബിൽഡിംഗ് ഇറ്റ് ഇൻ മൈ പോക്കറ്റ്സ്. ആദ്യം അവൻ്റെ പോക്കറ്റിലാണ് കൂട് കൂട്ടാനായി തുടങ്ങിയത്. ആൻഡ് വെൻ ഐ വെൻറ്റ് ഇൻഡോർസ് ആൻഡ് ചേഞ്ച്ഡ് മൈ ക്ലോത്ത്സ് ഐ വുഡ് ഫൈൻഡ് സ്ട്രാ ആൻഡ് ഗ്രാസ് ഫാളിങ് ഔട്ട്. അവൻ പുറത്ത് പോയിട്ട് വീട്ടിൻ്റെ അകത്തേക്ക് വന്ന് വസ്ത്രം മാറുന്ന സമയത്ത് അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഗ്രാസും വൈക്കോലും എല്ലാം പുറത്തേക്ക് വീഴുന്നതായി കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് അവൻ്റെ പോക്കറ്റിലാണ് ആദ്യമായി കൂട് കൂട്ടാനായി തുടങ്ങിയത്. ദെൻ വൺ ഡേ ഗ്രാൻഡ് മദേഴ്സ് നിറ്റിംഗ് വാസ് മിസ്സിംഗ്. ഒരു ദിവസം മുത്തശ്ശിയുടെ തുന്നൽ സാമഗ്രികൾ കാണാതായി. വി ഹണ്ടഡ് ഫോർ ഇറ്റ് എവരിവെയർ ബട്ട് വിത്തൗട്ട് സക്സസ്. എല്ലായിടത്തും തിരക്കിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. നെക്സ്റ്റ് ഡേ ഐ സോ സംതിങ് ഗ്ലൈൻഡിങ് ഇൻ ദ ഹോൾ ഇൻ ദ ബനിയൻ ട്രീ. പിറ്റേ ദിവസം ആ ബനിയൻ ട്രീയുടെ പൊത്തിനുള്ളിൽ എന്തോ ഒന്ന് തിളങ്ങുന്നതായി കണ്ടു. ഗോയിങ് അപ്പ് ടു ഇൻവെസ്റ്റിഗേറ്റ് ഐ സോ ദാറ്റ് ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് ഗ്രാൻഡ് മദേഴ്സ് സ്റ്റീൽ നിറ്റിംഗ് നീഡിൽ. അത് മുത്തശ്ശിയുടെ തുന്നൽ സൂചിയുടെ അറ്റമാണ് എന്ന് മനസ്സിലായി. On looking further, I discovered that the hole was crammed with knitting. കൂടുതൽ തിരക്കിയപ്പോൾ, കൂടുതൽ നോക്കിയപ്പോൾ എന്ത് ചെയ്തു? മുത്തശ്ശിയുടെ തയ്യൽ സാമഗ്രികൾ കൂടുതലായിട്ട് അതിനകത്ത് ആ പൊത്തിനുള്ളിൽ കുത്തി നിറച്ച് വച്ചിരിക്കുന്നതായി കണ്ടു. Amongst the wool were 3 baby squirrels, all of them white. അതിൻ്റെ ഇടയിലായിട്ട് ആ പൊത്തിനുള്ളിൽ 3 വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങളെയും കണ്ടെത്തി. ഗ്രാൻഡ് ഹാഡ് നെവർ സീൻ വൈറ്റ് സ്ക്വിറൽസ് ബിഫോർ. മുത്തശ്ശൻ മുമ്പൊരിക്കലും വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് വി ഗേസ്ഡ് അറ്റ് ദം ഇൻ വണ്ടർ. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു? അതിശയത്തോടു കൂടി അതിനെ തന്നെ നോക്കി. വി വെയർ പസിൽഡ് ഫോർ സം ടൈം. കുറച്ച് സമയം ഞങ്ങൾക്ക് അമ്പരപ്പ് തോന്നി. ബട്ട് വെൻ ഐ മെൻഷൻ ദ വൈറ്റ് റാറ്റ്സ് ഫ്രീക്വന്റ് വിസിറ്റ്സ് ടു ദ ട്രീ, ഗ്രാൻഡ് ഫാദർ ടോൾഡ് മീ ദാറ്റ് ദ റാറ്റ് മസ്റ്റ് ബി ദ ഫാദർ. നിരന്തരമായിട്ട് ആ എലി ആ ആൽമരം സന്ദർശിക്കാറുണ്ട് എന്ന് മുത്തശ്ശൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ മുത്തശ്ശൻ ഉറപ്പിച്ച് പറഞ്ഞു ആ എലി തന്നെയാണ് അതിൻ്റെ ആ അണ്ണാൻ കുഞ്ഞുങ്ങളുടെ ഫാദർ എന്ന് പറയുന്നത്. റാറ്റ്സ് ആൻഡ് സ്ക്വിറൽസ് വെയർ റിലേറ്റഡ് ടു ഈച്ച് അതർ. അണ്ണാനും എലിയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് പരസ്പരം റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഹി സെഡ് ആൻഡ് സോ ഇറ്റ് വാസ് ക്വൈറ്റ് പോസിബിൾ ഫോർ ദം ടു ഹാവ് ഓസ്പ്രിങ്, ഇൻ ദിസ് കേസ് വൈറ്റ് സ്ക്വിറൽസ്. അതുകൊണ്ട് അവർക്ക് ഓസ്പ്രിങ്, കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങൾ. അപ്പോൾ ഇത്രയുമാണ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീയിൽ ഉള്ളത്.